കിണറ്റിലെ അവസ്ഥയുണ്ട് കാണുന്നത്. കിണറ്റിൽ ഇത്രയും അഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്, അയൺ കണ്ണിൻ്റെ പ്രശ്നമുണ്ട്. അപ്പോൾ ഈ വെള്ളമാണ് മുകളിൽ കടിച്ച് കയറ്റണത്. മുകളിൽ കയറിയൊക്കെ ഉണ്ടോ ടാങ്ക് മുകളിൽ വെച്ചേക്കുന്നു, നല്ല മുകളിൽ വെച്ചേക്കുന്നു. അപ്പോൾ ഇതാണ് പ്രശ്നം വെള്ളത്തിൻ്റെ. അപ്പോൾ ഈ വെള്ളമാണ് നമുക്കിന്ന് ഫിൽറ്റർ ചെയ്ത് നല്ല രീതിയിൽ കാണിച്ച് കൊടുക്കേണ്ടത് കേട്ടോ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നമസ്കാരമുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് എറണാകുളം ജില്ല. ഇത് എറണാകുളം ജില്ല തന്നെ അല്ലേ? ഇത് എറണാകുളം ജില്ലയിൽ ഇതേതിന് സ്ഥലം? പിറവം അടുത്തുണ്ടാ പാമ്പാക്കുട എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് നമ്മൾ വന്നിട്ടുള്ളത്. നമ്മളെ കൊടുങ്ങല്ലൂരിൽ നിന്ന് ഏകദേശം ഒരു 75 കിലോമീറ്ററോളം അകലുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ ബേബിച്ചേട്ടൻ്റെ വീട്ടിൽ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് കേട്ടോ. ബേബിച്ചേട്ടൻ ഒരു പ്രവാസിന് അബുദാബിയിലായിരുന്നു. ആള് 2 ആഴ്ചയായിട്ടുള്ളൂ വന്നിട്ട്. അപ്പോൾ ഇവിടുത്തെ വെള്ളത്തിന് അയൺ കണ്ടൻറ്റിൻ്റെ പ്രശ്നമുണ്ട്. കുറച്ച് നാളായിട്ട് ഇപ്പോൾ തുടർന്ന് വരണതാണ്. അപ്പോൾ ഈ പ്രദേശത്തൊക്കെ നല്ല വെള്ളമായിരുന്നു. അപ്പോൾ കുറച്ച് നാളായിട്ട് ഇപ്പോൾ വെള്ളത്തിന് മാറ്റങ്ങൾ സംഭവിച്ച അയൺ കണ്ടൻറ്റിൻ്റെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് 1354 ഒരു സിലിണ്ടർ ഉണ്ട് സെറ്റ് ചെയ്യാൻ വന്നേക്കുന്നത്. അപ്പോൾ അതിൻ്റെ സെറ്റിങ്ങും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് കാണാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. ടാറ്റയുടെ FRB സിലിണ്ടർ തന്നെയാണ് വെസലാണ് നമ്മൾ വെച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം ഇടുന്ന സൈലക്സ് അരഞ്ചിൻ്റെ സൈലക്സ് ഉണ്ടാ. നമ്മൾ വീഡിയോയിലൊക്കെ കാണിക്കാറുള്ള പോലെ ഈ അരഞ്ച് സൈലക്സ് നമ്മൾ ഫസ്റ്റ് ഇടാം കേട്ടോ. അടുത്തത് നമ്മൾ ചെയ്യണത് ഈ 4 ഇഞ്ചിൻ്റെ സൈലക്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ അരഞ്ചിൻ്റെ സൈലക്സ് നമ്മൾ ഇട്ട് കഴിഞ്ഞ് 4 ഇഞ്ചിൻ്റെ സൈലക്സ് ഇട്ടിരുന്നു. ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടല്ലോ നമ്മളിത് ജർക്ക് ചെയ്തിട്ട് കറക്റ്റ് സെറ്റിംഗ് ആക്കണം കേട്ടോ. അടുത്തത് നമ്മൾ ഫൈൻ സാൻഡ് ഉണ്ട്. ഫൈൻ സാൻഡ് നമ്മളിപ്പോൾ കാറ്റലോഗ്സ് അരഞ്ച് 4 ഇഞ്ച് ഇട്ട് കഴിഞ്ഞിട്ടാ. ഇത് നമ്മൾ ഫൈൻ സാൻഡ് ഇടുന്നത്. ഇത് നമ്മൾ 2 സിലിണ്ടറാണ് വെച്ച് ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യത്തേൽ സാൻഡ് സിലിണ്ടറായിട്ടും രണ്ടാമത്തത് അയൺ സിലിണ്ടറായിട്ടും നമ്മൾ ചെയ്യാറ്. ഇപ്പോൾ ഇത് ഒറ്റ സിലിണ്ടർ ആകുമ്പോൾ നമ്മൾ ഇതിൽ തന്നെ എല്ലാം ഉൾക്കൊള്ളിക്കണം. അതായത് സാൻഡ് ഉൾക്കൊള്ളിക്കണം, സൈലക്സ്, അതേപോലെ തന്നെ കാറ്റലോഗ്സ്, ആക്ടിവേറ്റഡ് കാർബൺ, ഇതെല്ലാം ഉൾക്കൊള്ളിക്കാൻ വേണം. ഏകദേശം 1 അടിയെങ്കിലും ഇതിന് ഉള്ളിൽ സ്പേസ് ഇടാൻ വേണം കേട്ടോ. കാരണം വെള്ളം സ്റ്റോറായി നിൽക്കാൻ വേണ്ടിയിട്ട് പരമാവധി നമുക്ക് 1 അടി വരെ ഗ്യാപ്പ് ഇടാം. അത് എന്തുകൊണ്ടാണ് 1 അടി ഇടണമെന്ന് പറഞ്ഞാലേ നല്ല ഹൈറ്റ് തന്നെ ഇരിക്കണത്. അപ്പോൾ ആ ഹൈറ്റ് അത്രയും ഹൈറ്റ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ 1 അടി തന്നെ കേട്ടോ. ടാങ്കിൻ്റെ ഹൈറ്റ് കുറയും തോറും ഇതിലെ സ്റ്റോറേജ് നമ്മൾ കൂട്ടിക്കൊണ്ടിരിക്കണം. അല്ലെങ്കിൽ പൈപ്പുകളിൽ വരുന്ന വെള്ളത്തിന് സ്പീഡ് ഉണ്ടാവില്ല. കാരണം നമ്മൾ വെച്ചേക്കണ ടാങ്കിന് ഹൈറ്റ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഇതിൽ നിറച്ചേക്കണതിൻ്റെ രീതി അതല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ ഇതിൻ്റെ സ്റ്റെയിനർ സെറ്റ് ചെയ്യുമല്ലോ. സ്റ്റെയിനർ സെറ്റ് ചെയ്യുമ്പോൾ ഓവറായിട്ട് ടൈറ്റ് ആവാൻ പാടില്ല. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാലാണ് ഇത് ബ്ലോക്ക് ആവാം കേട്ടോ. ഓക്കെ, അപ്പോൾ ആ കാര്യങ്ങളിലൊക്കെയാണ് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ പലരും നമ്മളെ വിളിച്ചിട്ട് സംശയങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. ഇത് അത്രയും ഈ വെള്ളം മറ്റേ വരാത്ത എന്താണ്, ഒരു പൈപ്പ് തുറക്കുമ്പോൾ മറ്റേ പൈപ്പിൽ വെള്ളം വരാത്ത എന്താണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പിന്നെ നമ്മളെ വെള്ളത്തിൻ്റെ പ്രശ്നങ്ങൾ രൂക്ഷമാകുമ്പോൾ സംഭവിക്കും. കാരണം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അയണിൻ്റെ എല്ലാ ഇതും സ്റ്റെയിനർ ഉണ്ട്, മുകളിലത്തെ സ്റ്റെയിനർ ഉണ്ടല്ലോ, അതിൽ വന്നടയും. അപ്പോൾ അതൊന്ന് അഴിച്ചിട്ട് വർഷത്തിൽ അങ്ങനൊന്ന് ക്ലീനാക്കി ഇങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ ആ വിഷയം മാറും കേട്ടോ. അപ്പോൾ നമ്മൾ 3 ഐറ്റം ഇട്ട് കഴിഞ്ഞിട്ടാ. ഇനി നമ്മൾ ഈ കാറ്റലോഗ്സിന് വരുന്നത് കാർബണിൻ്റെ ഇതെടുത്തോട്ടാ. ഞാൻ പറയാറുണ്ടല്ലോ വീഡിയോയിൽ, ഞാൻ പറയാറുണ്ട് ഇത് മെയ്ഡ് ഇൻ ജർമ്മനിയുടെയാണ്, USA സർട്ടിഫൈഡ് ഉള്ള ഐറ്റമാണ്. ഇതിന് ഏറ്റവും കൂടുതൽ ഇപ്പോൾ മൂവിങ് ആയിട്ട് അയൺ റിമൂവ് ചെയ്യാനായിട്ട് ഏറ്റവും കൂടുതൽ മൂവിങ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ഉണ്ട് ഇത്. അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് ഫിൽട്രേഷൻ എത്ര തരം 5 തരം ഫിൽട്രേഷനും എത്ര തരം 7 തരം റിമൂവിങ്ങും നടക്കണം കേട്ടോ ഈ ഐറ്റം. അപ്പോൾ ഒരു പ്രൊഡക്റ്റ് കൊണ്ട് ഒരുപാട് ഗുണങ്ങൾ ഇതുകൊണ്ട് ഉണ്ട് കേട്ടോ ഈ കാറ്റലോഗ്സ് കൊണ്ട്. നമ്മളിപ്പോൾ കാറ്റലോഗ്സ് ഇട്ടിട്ട് ഇത് പിന്നെ അതെ ആക്ടിവേറ്റഡ് കാർബണിൽ തന്നെ ഏറ്റവും കൂടിയ റേറ്റുള്ള സാധനമുണ്ട് നമ്മൾ പറഞ്ഞത്. ഇപ്പോൾ നമ്മണ്ട കറക്റ്റ് 14 ഇഞ്ചിന് നമുക്ക് സ്പേസ് ഇട്ടിട്ടുള്ളൂ കേട്ടോ. സൈലക്സ് നമ്മൾ ഒരു 2 ഇഞ്ചും കൂടി ഇതിൻ്റെ മുകളിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ
നിറക്കുന്ന പരിപാടി അവസാനിക്കും കേട്ടോ. ഞാൻ പറഞ്ഞില്ല, ഇതിൻ്റെ അടിയിലൊരു സ്റ്റെയിനർ ഉണ്ട്, ഇതേപോലെ മുകളിലൊരു സ്റ്റെയിനർ ഉണ്ട്. അപ്പോൾ ഇതേപോലെ കറക്റ്റായിട്ട് ഇത് എന്ത് ചെയ്യണം, ഓടിക്കൊണ്ടിരിക്കണം കേട്ടോ. കണ്ടോ, ഇത്രയും ചെറിയ ഗ്യാപ്പുകളും വേണം. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം ബ്ലോക്ക് ആവുകയും വെള്ളം സ്ലോ ആവാനും സാധ്യത കൂടുതലുണ്ട് കേട്ടോ. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ ഇത് ടൈറ്റ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, ഓവർ ടൈറ്റ് ചെയ്യാൻ പാടില്ല കേട്ടത്. ഓവർ ടൈറ്റ് ചെയ്താൽ എന്താണെന്നറിയോ, നമ്മൾ ഇനി റീഫില്ലിങ് ചെയ്യേണ്ട സമയം ഉണ്ടാവില്ല. ഇത് ഉപയോഗിച്ച് ഒരു ഇതായി കഴിയുമ്പോൾ റീഫില്ലിങ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഇരിക്കുകയല്ല ഈ സാധനം, എങ്ങാണ്ട് ഇങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ അത് അഴിക്കുന്ന സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് ഒരുവിധം അധികം കൈ കൊണ്ട് തന്നെ വെറുതെ ഇങ്ങനെ ഒന്ന് ടൈറ്റ് ചെയ്യാൻ മതി. വേറെ ലീക്കുകളൊന്നും ഉണ്ടാവില്ല. ഇതിൻ്റെ വാഷറും ഇതും കൂടി കണ്ട, ഇവിടെ ഒരു തരി ഗ്യാപ്പ് ഉണ്ടാവില്ല. ഓക്കേണ്ട, ഒരു തരി ലീക്കോ കാര്യങ്ങളോ ഇവിടെ ഒന്നും ഉണ്ടാവില്ല. പൂർണ്ണമായിട്ട് നോക്കിക്കാം. ഓക്കെ, നമ്മളെ ഫുള്ള് സെറ്റിങ് കഴിഞ്ഞിട്ടാ. ഫുള്ള് സെറ്റിങ് കഴിഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബൈപ്പാസ് ഇട്ടിട്ടില്ല. ബൈപ്പാസ് ഉണ്ടാകുന്ന ചേട്ടൻ പറഞ്ഞായിരുന്നു, നമ്മൾ ബൈപ്പാസ് ഇട്ടിട്ടില്ല. അപ്പോൾ ബാക്കിയുള്ള കണക്ഷനുകളൊക്കെ കൊടുത്തു കഴിഞ്ഞ് കംപ്ലീറ്റ് സെറ്റിങ് കഴിഞ്ഞിട്ടാ. ഇനി ബാക്ക് വാഷിലേക്കാണ് നമ്മൾ ഇടാൻ പോകണം കേട്ടോ. ബാക്ക് വാഷ് ചെയ്തിട്ടില്ല, ബാക്ക് വാഷ് ചെയ്യാൻ പോണ്. അപ്പോൾ ബാക്ക് വാഷിലേക്ക് തിരിച്ചിട്ട് നോക്കിയാ വേണ്ട. ഞാനിപ്പോൾ അവിടെ പോയി ചെയ്തു. അപ്പോൾ ഇതിപ്പോൾ നമ്മളെ ബാക്ക് വാഷൊക്കെ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞിട്ട് കിട്ടുന്ന വെള്ളം ഉണ്ടായി കാണുന്നത്. ഇവിടുത്തെ വെള്ളത്തിനെ കട്ടിപ്പ ഒന്നുമില്ല കേട്ടോ. അതൊക്കെ വെള്ളം നല്ല അടിപൊളി ക്ലിയർ ആയിട്ട് വെള്ളം എടുത്തിട്ടുണ്ട്. കണ്ടാ, ഇതിന് വെള്ളത്തിൻ്റെ ക്ലാരിറ്റി ഇട്ടാ. ഇനി ഒന്നും കൂടിയും ഈ ഇതിൻ്റെ പൈപ്പിൻ്റെ ഉള്ളിലത്തെ ഇതൊക്കെ കൂടി ഒന്നുകൂടി പോവാനുണ്ട്. ശരിക്കും എല്ലാ പൈപ്പും തുറന്നിട്ടിട്ടില്ല. ബാത്റൂമുകളിലെ പൈപ്പൊക്കെ തുറന്നിടാനുണ്ട്. ആകെ തുറന്നിടുമ്പോൾ ഒക്കെ പോകും കേട്ടാ. വെള്ളത്തിന് കട്ടിപ്പോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കണ്ട. അപ്പോൾ എല്ലാവർക്കും ബൈ, പിന്നെ കാണാം കേട്ടോ.